ഞാൻ നോവ. ഇത് എന്റെ മാത്രം കഥയല്ല, ഒരു കൂട്ടം കർഷകരുടെയും വയലുകളുടെയും കഥയാണ്. പലപ്പോഴും നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ താണ്ടി തന്റെ കൃഷിസ്ഥലങ്ങൾ സംരക്ഷിക്കുന്ന മണ്ണിന്റെ കാവൽക്കാരായ കർഷകന്റെ കഥ. ഞാൻ ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. ഈ സ്ഥലത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. എന്താണ് മാൻ, ഫുൾ ഗ്രീനറി ആണല്ലോ. പറയും മാൻ. Hi, nice to meet you. Hi, I'm Sona. പിന്നെ നിന്റെ കൃഷിക്ക് എങ്ങനെ പോണു? അച്ഛനൊക്കെ സുഖല്ലേ? എന്താ അവിടുത്തെ കൊള്ളട്ടോ? വീട് നമുക്ക് പോവാം. എനിക്കെന്തോ അവർ പുറത്തുനിന്ന് വന്നവരൊക്കെ, അവർക്ക് മനസ്സിലാവുന്നില്ല. കുട്ടിയായി ഓരെന്താ ഇവിടെ കാട്ടിയത്? അത് മറ്റേ ആദ്യയുടെ കുടുംബം, അവര് പുറത്തുനിന്ന് വന്നാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അതിന് അതും പറഞ്ഞ് കാട്ടാൻ പറ്റുമോ? അത് പ്ലാസ്റ്റിക് നമ്മളെ ഭൂമിക്ക് ഇടാൻ പറ്റില്ലല്ലോ. കുട്ടിയെ നോക്കിയടക്ക് വീഴല്ലേ. അതെങ്ങനെ ശരിയാവാ? ഞാൻ ഇതൊക്കെ അറിഞ്ഞാൽ എനിക്ക് ബാക്കി ചെയ്യാം. നിങ്ങളെ കുട്ടികളല്ലേ എന്താ വന്നേ? അത് പറ്റൂല, ഞങ്ങളെ ജീവിതമാർഗല്ലേ, അതങ്ങനെ തരാൻ പറ്റൂലല്ലോ. ഒരു പൈസക്ക് പറ്റിയ മൂല്യമുള്ളതല്ലാതെ ഞങ്ങളെ ജീവിതമാർഗാണത്, അങ്ങനെ വിൽക്കാൻ പാടില്ല. പറ്റില്ല, അത് ഞങ്ങൾ നോക്കാമല്ലോ. ഞങ്ങൾ എന്തായാലും തരാൻ പോകില്ല സാറിന്, അത് ഞങ്ങളെ ജീവിതമാർഗാണ്. നീ വീടല്ലേ ഇവിടെ? ഇവരാ സ്ഥലം വിൽക്കാൻ പോവാത്തതാണ്. ആ പാടത്ത് അവർക്ക് എന്തോ റിസോർട്ടോ എന്തോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കേട്ടു. ഒരു കർഷകനും താങ്ങാൻ കഴിയാത്തതിലും അപ്പുറമാണ് സ്വന്തം കൃഷിസ്ഥലം നശിപ്പിക്കുക എന്നത്. ഇവിടെ സ്വന്തം മകൻ തന്നെ കൃഷി നശിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ ആ കർഷകൻ മരണമല്ലാതെ മറ്റൊരു വഴി മുന്നിൽ കണ്ടില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ രാജ്യത്ത് എത്ര കർഷകരാണ് ആത്മഹത്യ ചെയ്യുന്നത്. അവരുടെ ജീവനും ജീവിതമായ കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുന്നു.